സംസ്ഥാനത്ത് ഈ മാസത്തെ രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തിലൂടെ രണ്ടാമത്തെ മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം പഞ്ചായത്തിലാണ്. വണ്ണപ്പുറം പഞ്ചായത്തിലെ അമ്മയിൽത്തൊട്ടി എന്ന് പറയുന്ന 1-ാം വാർഡിലാണ്. ഇവിടെ ഈ കാണുന്ന ഒരു തേക്കിൻ തോട്ടത്തിനോട് ചേർന്ന് നമുക്കിപ്പോൾ കാണാം ചെറിയൊരു ഫെൻസിങ്. ഈ ഫെൻസിങ് സ്ഥാപിച്ചിരിക്കുന്നത് പോലും ഇവിടുത്തെ നാട്ടുകാർ അവരുടെ കയ്യിൽ നിന്ന് പണം മുടക്കിയാണ്. അത്രയേറെ ദുരിതം അവർ ഈ കാട്ടാന ശല്യം മൂലം അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അടക്കം പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഇമ്രാനെ ആദ്യമായിട്ട് കണ്ട ആൾ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് തോമസ്. ചേട്ടൻ ചെല്ലുമ്പോൾ എന്തായിരുന്നു കണ്ടത്? ചെല്ലുമ്പോൾ ആ കൊച്ചു വീണെടുക്കണ ഭാഗമായിട്ട് കാണുന്നത്. ഈ സംഭവത്തിൽ ഇങ്ങനെ ആന ഇങ്ങനെ ആക്രമിച്ച് 2 ആന ഉണ്ടായിരുന്നു. ഒരാന അങ്ങോട്ട് കയറിപ്പോയി, ഒരാന ഈ ആക്രമണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകണം. ഈ ആന അക്കരെ കാഞ്ഞിരവേലി കൊന്ന ആന തന്നെ, ആ ആളെ കൊന്ന ആന തന്നെ ഈ ആനയും. അപ്പോൾ ഈ ആന ഇങ്ങനെ പോണു. അപ്പോൾ ഈ കൊച്ചിങ്ങനെ കൈ കൊണ്ട് കാണിക്കണമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും നുള്ളുളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഒരു 2-3 മിനിറ്റ് ആയപ്പോഴത്തേക്കും അവിടെ ആൾക്കാർ കൂടി ഈ തുണി വിരിച്ച് അതിനടുത്ത് ഈ ആച്ചാക്കലെ ജോസഫ് എന്ന് പറഞ്ഞവൻ്റെ വണ്ടിക്ക് കയറ്റി പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഏറ്റെടുത്ത് ഈ ആനനെ ഒന്നുമില്ല വെടിവെച്ച് കൊന്നു കളയുക, ഇല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുത്ത് ഇത് വെടിവെച്ച് ഇതിനെ മൈക്കോടി വെച്ച് ഇത് ആയിരിക്കും കൊണ്ടുകൊണ്ടു കളയുക. പ്രദേശത്ത് നിരന്തരമായിട്ട് നിരന്തരം 4 വർഷമായിട്ട്, 45 വർഷം മുമ്പ് ആനയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം ഈ 4 വർഷമായിട്ട് ഈ ആന ഇത് കൂടി ശല്യം തുടങ്ങിയേക്കണേ. ഈ ആന കൊലയാളി ആന ഈ ആനേനെ കൊന്നു കളയണം. ഈ ആളുകൾക്ക് യാതൊരു വിലയും ഈ മാറി വരുന്ന സർക്കാർ വില കൽപ്പിക്കില്ല. 45 വർഷമായിട്ട് ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ഉറക്കം പോയി. നമുക്കിവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഈ ആന കാരണം. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ രാത്രി ആശുപത്രി പോകാനെന്ന ഒരു വണ്ടി പോലും വരില്ല. കാരണം അവന് ജീവിക്കണ്ടേ. ഇപ്പൊ നിങ്ങൾ ഈ ഇവിടം തൊട്ടത് ഈ ചാത്തോറ്റ തലക്കോട് മുള്ളിരിങ്ങാട് റോഡിന്റെ ഇവിടുന്ന് ഈ ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചെന്ന് നോക്കുക. ഒരു 15-20 സ്ഥലത്ത് തീ കത്തിച്ച് കൂട്ടി പഴയ കാർന്നമാർ പോലെ കാവലിരിക്കുക. 10 മണി വരെ ഇരിക്കുക, 10 മണി വരെ 12 മണി വരെ ഒരു കൂട്ടം 3-4 കൂട്ടായിട്ട് ആൾക്കാർ മാറി നേരം വെളുപ്പിച്ചാണ് ഇവിടെ എടുക്കണേ. പുറത്തിറങ്ങിക്കാടൊക്കെ പണി കഴിഞ്ഞാൽ തലക്കോട് അവിടെ കോതമംഗലൊക്കെ പണി കഴിഞ്ഞ് പോരുമ്പോൾ ഒരു വണ്ടി കടന്നു പോന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി പോരാ എങ്ങോട്ടാ മുള്ളിരിങ്ങാടിന് ഞങ്ങൾ പോരില്ല. പേപ്പട്ടിക്ക് വിലയുണ്ട്, കാട്ടാനയ്ക്ക് വിലയുണ്ട്, കാട്ടുപന്നിക്ക് വിലയുണ്ട്, പാമ്പിന് വിലയുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഈ പാവപ്പെട്ട ഈ ധർമ്മക്കാർക്ക് വിലയില്ല. ഇവർക്ക് ആ വീടിനെ സഹായിക്കണം, ആ കൊച്ചിന് ജോലി കൊടുക്കണം. ഇത്ര കാര്യം എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും വൈകാരികമായ പ്രതികരണങ്ങളാണ്. തീർച്ചയായിട്ടും കാരണം അവർ ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് ഈ കാട്ടാന ആക്രമണം, കാട്ടാന ശല്യം. ഈ കാട്ടാന ശല്യത്തിനെതിരെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ നാട്ടുകാർ തന്നെ ഏകദേശം 3 ലക്ഷത്തോളം അടുത്ത് രൂപ ചിലവായെന്നാണ് പറയുന്നത്. ഒരു കമ്പി മാത്രമേ നിലവിൽ വെച്ചിട്ടുള്ളൂ. പക്ഷേ അവർ സ്ഥാപിച്ചിരിക്കുന്ന വേലിയാണ്. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ ഈ പ്രദേശവാസികൾക്ക് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം കൂടിയായിട്ട് ഇവിടുത്തെ ഈ കാട്ടാന ശല്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.